മകരം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യാഴമാറ്റം മകരം രാശിയിൽപ്പെട്ടവർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും? നിലവിലെ വ്യാഴമെന്ന് പറയുന്നത് മകരം രാശിയിൽ നീചം ഭാവത്തിലാണ് വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യാഴമാറ്റം മകരം രാശിക്കാർക്ക് അനുകൂലമാണോ എന്നാണ് നോക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ പതിയുന്ന ഭാവത്തിനനുസൃതമായിട്ടാണ് ഒരു നല്ല ഫലം ലഭിക്കുക. ഇപ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ നിന്നുകൊണ്ട് തന്നെ 5-ാം ഭാവമായിട്ട് തുലാം രാശി, 7-ാം ഭാവമായിട്ട് ധനുരാശി, 9-ാം ഭാവമായിട്ട് കുംഭം രാശി, ഇങ്ങനെയാണ് ദൃഷ്ടികൾ പതിയുന്നത്. അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ 10-ാം ഭാവമായ തൊഴിൽ ഭാവമായിട്ടാണ് വരുന്നത്. 7-ാം ഭാവം ആയിട്ട് ദൃഷ്ടി പതിയുന്നത് മകരം രാശിയുടെ 12-ാം ഭാവമായ വ്യയസ്ഥാനത്തേക്കാണ്, അതായത് മറവ് സ്ഥാനത്തേക്കാണ്. എന്തും ഏതും മറയ്ക്കപ്പെടുന്ന സ്ഥാനം, അനാവശ്യ ചിലവുകളുടേതായ സ്ഥാനത്തേക്കാണ് 7-ാം ഭാവ ദൃഷ്ടി പതിയുന്നത്. അതുപോലെ 9-ാം ഭാവ ദൃഷ്ടി എന്ന് പറയുന്നത് കുടുംബസ്ഥാനത്തേക്കാണ്, അതായത് ധനം, വാക്ക് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് അത് പതിയുന്നത്. കുടുംബപരമായ അന്തരീക്ഷത്തേക്ക് കുറിക്കുന്ന സ്ഥാനമാണ് 2-ാം ഭാവം, കുടുംബസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് 9-ാം ഭാവ ദൃഷ്ടി നിങ്ങളുടേതായ രാശിയുടെ 2-ാം ഭാവത്തിലേക്ക് പതിക്കുമ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകും. ധനപരമായ രീതിയിലൊക്കെ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു കാലമാണ്. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ അധികം നല്ല ഫലം തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ 2-ാം ഭാവമായ കുടുംബത്തിലുണ്ടായിരുന്ന ഇടത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു കാലമാണ്. ധനം വന്നു ചേരുന്ന ഒരു കാലം. നിങ്ങൾ എത്രത്തോളം പ്രവർത്തനത്തിൽ മികവ് കാട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുവോ അതിന് അനുസൃതമായി ധനം വന്നു ചേരുന്ന ഒരു കാലം. ഇതുവരെ നിങ്ങൾക്ക് കുടുംബത്തിലൊരു മതിപ്പും മര്യാദയും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇനി അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അമ്മാവിയാരാണെങ്കിലും ശരി, മരുമകളുമാണെങ്കിലും ശരി, വഴക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെയാണെന്ന് അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ. അപ്പോൾ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വിധത്തിൽ പരിഹാരങ്ങളൊക്കെ കാണുന്ന ഒരു കാലം. അപ്പോൾ കുടുംബ അന്തരീക്ഷം വളരെ അധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായി തന്നെയായിരിക്കും മാറുക. അപ്പോൾ വളരെ അധികം നന്മകൾ തന്നെയാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി നിങ്ങൾക്ക് വളരെയധികം മോശമാണ്. കാരണം നീചമായ ഭാവമാണ് അവിടെ ദൃഷ്ടിയായിട്ട് വന്നുള്ളത്. അപ്പോൾ വളരെ അധികം മോശം, അതായത് അപമാനങ്ങൾ, അപവാദങ്ങൾ, അകാരണമായ പഴികൾ ഒക്കെ കേൾക്കേണ്ടി വന്നിരുന്ന ഒരു കാലമെന്ന് വേണം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെ മാറ്റം വരുന്ന ഒരു കാലമായി തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഗുണകരമായ മാറ്റം തന്നെയാണ് 2-ാം ഭാവത്തിലെ ദൃഷ്ടി. നിങ്ങളുടേതായ രാശിയുടെ 2-ാം ഭാവമായ കുംഭം രാശിയിലേക്ക് 9-ാം ഭാവമായ ദൃഷ്ടി പതിയുമ്പോൾ 5-ാം ഭാവത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്നത് മകരം രാശിക്ക് 10-ാം ഭാവമായ തുലാം രാശിയിലാണ്. അപ്പോൾ ഈ ഒരു രാശിയിൽ ദൃഷ്ടി പതിയുന്നതോടുകൂടി ഇതുവരെ നിങ്ങൾക്ക് തൊഴിലിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങളും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതുവരെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ തന്നെ നീങ്ങുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കോൺട്രാക്റ്റ് വർക്കുകളൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടാതിരുന്നെങ്കിൽ അതെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ തൊഴിൽ ഇടങ്ങളിൽ, മറ്റ് സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പ്രൊമോഷനൊക്കെ കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. തൊഴിലിൽ ഒരു നല്ല ഒരു ശമ്പള വർധനവൊക്കെ വരുന്ന കാലമാണ്. പിന്തള്ളപ്പെട്ടിരുന്ന ഇടത്തു നിന്നും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. നിങ്ങൾ ഇല്ലാതെ ഒരു കാര്യം അവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യപ്പെട്ട് അവർ നിങ്ങളെ അനുകൂലിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും ഈ വ്യാഴം ഈ മകരം രാശിക്ക് നൽകുന്നത്. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് മുന്നേറ്റവും അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒരു തൊഴിൽ അന്വേഷിക്കുന്ന, ഈ ജോലി വേണ്ട, എനിക്കിനി ഇവിടെ ശരിയാകില്ല എന്ന രീതിയിൽ മറ്റൊരു തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ ഉപേക്ഷിക്കുന്നതിന് മുൻപ് മറ്റൊരു തൊഴിൽ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വലിച്ചെറിഞ്ഞ് പോകരുത്. തൊഴിൽ വലിച്ചെറിഞ്ഞ് പോയാൽ പിന്നീട് ലഭിക്കാൻ പാടായിരിക്കും.
ഇരിക്കുന്നിടത്ത് നിന്നും കണ്ടെത്തിയാൽ മറ്റൊരു സ്ഥലത്ത് ഇടം മാറി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആലപ്പുഴ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എറണാകുളം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ തൊഴിൽ അന്വേഷിച്ചാൽ കിട്ടുന്ന കാലം തന്നെയായിരിക്കും. അപ്പം ഒരല്പം മാറ്റം വരുന്ന ഒരു കാലമാണ്. അപ്പോൾ മാറി അന്വേഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻസൊക്കെ അയച്ച് ജോലി നേടാനായിട്ടൊക്കെ ഇരിക്കുന്നവർ അതൊക്കെ ആ ഒരു വിധത്തിൽ വേണം നേടിയെടുക്കുവാനായിട്ട്. 7ാം ഭാവമായിട്ട് ഉള്ള ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടേതായ 12ാം ഭാവമായ വ്യയസ്ഥാനത്താണ്. അപ്പോൾ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നാൽ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ അമിതമായ ചിലവുകൾക്കും ഒരു അവിടെ ഒരു ഇതുവരെയാണ്. കാരണം ഒരു തടസ്സം നിന്നിരുന്ന ഇടത്ത് അവിടെ ഒരു മുന്നേറ്റം വരുന്ന ഒരു കാലമാണ്. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ 10 രൂപ പാക്കറ്റിൽ എടുക്കാനില്ലാത്ത ഒരു കാലമായിരുന്നുവെങ്കിൽ ഇനി ഒരു സേവിങ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു കാലമായിരിക്കും. ചിലവുകൾ അധികമായിട്ടുണ്ടാവും, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇതുവരെ ഹോസ്പിറ്റൽ ചിലവ്, മറ്റുള്ള അനാവശ്യ ചിലവുകൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നുവെങ്കിൽ ഇനിയുള്ള ചിലവുകൾ എല്ലാം ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതായത് വിവാഹം എന്തെങ്കിലും കുടുംബത്തിൽ നടക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലമായി മാറും. അപ്പോൾ കുടുംബത്തിനുള്ളിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കേണ്ട ഒരു സാഹചര്യം വരാം. അപ്പോൾ കുടുംബ അന്തരീക്ഷം 2ാം ഭാവം നല്ല രീതിയിൽ നൽകുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കേണ്ട ഒരു സാഹചര്യം വരും. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് പണം ചിലവാക്കേണ്ടതായിട്ട് വരും. അതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ വരിക. ഇവിടെ 3ാം ഭാവത്തിൽ നിങ്ങളുടെ രാശിയുടെ 3ാം ഭാവമായ മീനം രാശി, മീനം രാശിക്കുള്ളിൽ ശനീശ്വരൻ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം. കാരണം എന്താ വെച്ചാൽ അവിടെ 3ാം ഭാവം പ്രയത്നങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രയത്നങ്ങളുടേതായ ഭാവങ്ങളിലേക്ക് ശനി നിൽക്കുമ്പോൾ അധികമായ അലച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ഒരു കാര്യത്തിന് വേണ്ടി 2-3 പ്രാവശ്യം പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും. പക്ഷേ ആ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു എഫർട്ടിന് വളരെയധികം ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാവും. അപ്പോൾ 3ാം ഭാവത്തിലെ പ്രയത്നങ്ങളുടേതായ ആ ഒരു സ്ഥാനത്തുള്ള ശനി വളരെയധികം നമ്മളെ ചുറ്റിക്കുമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ശനിയുടേതായ ആ ഒരു ദൃഷ്ടി അവിടെ ശനി ആ ഒരു ഇടത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ വ്യാഴത്തിൻ്റേതായ മാറ്റം കൂടി കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിത് കേൾക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്കൊരു 1000 രൂപ വേണമെന്ന് ഉദ്ദേശിക്കുക. ഈ ഒരു സാധനം നിങ്ങൾക്ക് പലരും തരാമെന്ന് പറയും. അതായത് ഞാൻ തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 5 മണിക്കാണ് ആവശ്യമെങ്കിൽ കൃത്യം 4:55 മാത്രമായിരിക്കും നിങ്ങൾക്കത് കിട്ടുക. കയ്യിൽ പണം എത്തണമെങ്കിൽ കൃത്യം 4:55 ആവും നിങ്ങൾക്ക് ആ പണം ലഭിക്കുക. അതുവരെ മാനസികമായൊരു ടോർച്ചറിങ് നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ തൊഴിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ അഡ്മിഷൻ ആണെങ്കിലും അങ്ങനെ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഒരു വെപ്രാളത്തിലിരിക്കുന്ന ഒരു സാഹചര്യം. മകളുടേതായ ഒരു കല്യാണ ആവശ്യമോ എന്തെങ്കിലും കാശ് അവിടെ കോടതിയിൽ അല്ല കാശ് നിങ്ങൾക്ക് കോളേജിൽ അടയ്ക്കണം, കൃത്യമായ ടൈമിൽ ഇത്രാം തീയതി അടയ്ക്കണം, നാളെ 10 മണിക്ക് അടയ്ക്കണം. ശരി, തരാമെന്ന് പറയുന്നവർ കൃത്യം 9:50 നിങ്ങളെ വിളിക്കുന്നത്, പൈസ റെഡി ആയിട്ടുണ്ട് വാങ്ങിക്കണമാകട്ടെ. അപ്പോൾ ഇത് ശനി കൃത്യമായിട്ട് അവിടെ ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പൊതുവിൽ ഈ ഒരു വ്യാഴം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാ അന്തരീക്ഷങ്ങളിലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അലച്ചിലും ടെൻഷനും ഒക്കെ നൽകുന്ന സാഹചര്യങ്ങൾ കൂടി മറ്റ് ഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം.